ISROയുടെ LVM-3 M6 വിക്ഷേപിച്ചു. മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. LVM-3യുടെ മൂന്നാമത് വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് ഇപ്പോൾ നടന്നത്. Both S-200 motors ignited. LVM-3 M6 Bluebird Block 2 mission, a majestic liftoff. The rocket is beautifully searing through the bright Sriharikota sky. Plus 20 seconds. LVM-3 M6 रॉकेट का सफलतापूर्ण उत्थापन द्वितीय प्रमोचन मंच से और अपनी उद्दिष्ट कक्षा की ओर बढ़ चला है LVM-3 M6 रॉकेट। दोनों ठोस नोदक वाले S-200 बूस्टर्स प्रज्वलित हैं। प्रथम चरण का कार्यकाल लगभग 126 सेकंड का होगा और इस दौरान यह लगभग 6000 किलो न्यूटन प्रणोद उत्पन्न कर रहे हैं। Very thrilling vibration at the launch base due to the thrusting of twin S-200 motors. Plus 1 minute. Shato engine main auto. बहुत ही साफ नजारा देखने को मिल रहा है। यहाँ उपस्थित लोगों को बहुत ही रोमांच का अनुभव हो रहा होगा। बहुत दूर तक हम इस यान को देख पा रहे हैं और मुमकिन है कि प्रथम चरण का കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിക്ഷേപണം വിജയകരം എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഒപ്പം എപ്പോഴായിരുന്നു വിക്ഷേപണം? അശ്വതി, അല്പസമയത്തിനു മുമ്പാണ് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം വിക്ഷേപിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ISRO എന്നുള്ളത്. ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റാണ്. ഇത്തരത്തിൽ LVM-3 റോക്കറ്റിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ദൗത്യം ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വിക്ഷേപണം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതായി ISRO അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇതിൻ്റെ ഒരു പ്രത്യേക ഉപകരണങ്ങളുടെ സഹായമില്ലാതെ സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്കും ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയുമായാണ് ഇത്തരത്തിൽ ഈ ബ്ലൂ ബ്ലേഡ് ഉപഗ്രഹം ഒരുക്കിയിരിക്കുന്നത്. ഈ ബ്ലൂ ബ്ലേഡ് ഉപഗ്രഹത്തിന് 2200 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ആന്റിനകളുണ്ട്. ലോ എർത്ത് ഓർബിറ്റിൽ ഇത്രയും വലുത് ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു നീക്കം ISROയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുവഴി മുൻഗാമികളെക്കാൾ 10 ഇരട്ടി ഡേറ്റ ശേഷി കൈവരിക്കാൻ ഈ ഉപഗ്രഹത്തിന് ആകുമെന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 2026 അവസാനത്തോടെ ഏതാണ്ട് 45 മുതൽ 60 ഉപഗ്രഹങ്ങൾ വിന്യസിക്കാനാണ് ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AST സ്പേസ് മൊബൈലിന്റെ പദ്ധതി. ആഗോളതലത്തിൽ ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് 5G ബ്രോഡ്ബാൻഡ് എത്തിക്കാൻ ഇതുവഴിയാകും. അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പദ്ധതി നിലവിൽ വരുന്നതോടെ കണക്ടിവിറ്റി സംവിധാനങ്ങൾ അടിമുടി മാറുന്ന കാലത്തിലേക്ക് നീങ്ങാൻ പോകും. ടവറുകളോ ആന്റിനകളോ ഇല്ലാതെ തന്നെ ഭൂമിയിൽ എവിടെ നിന്നും സ്മാർട്ട് ഫോണിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനാകുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ദൗത്യത്തിലാണ് ഇപ്പോൾ ISRO ഏർപ്പെട്ടിരിക്കുന്നത്. സ്റ്റാർലിങ്ക്, OneWeb പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിലവിലെ പ്രവർത്തന രീതിയെ വെല്ലുവിളിക്കുന്ന കൂടിയാണ് ഈ സാങ്കേതിക വിദ്യ എന്നുള്ളത് തന്നെയാണ്. ഈ കമ്പനികൾ ഭൂമിയിൽ സ്ഥാപിക്കുന്ന പ്രത്യേക ടെർമിനലുകളും ഒപ്പം തന്നെ ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഉപയോഗിച്ചാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് വിന്യസിക്കുന്നത്. ഇതിനായി 10,000-നടുത്ത് ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് ഇതിനകം തന്നെ വിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്കും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിക്കാനാവുമെന്നതാണ് AST സ്പേസ് മൊബൈൽ സാങ്കേതിക വിദ്യയെ വേറിട്ടതാക്കുന്നത്. ഈ ബാഹുബലി എന്ന് പറയുന്നത് ഈ ബലത്തിൽ ഇന്ത്യയുടെ വളരെ കരുത്തുറ്റ, വളരെ മുന്നേറ്റം നടത്തുന്ന പ്രധാനപ്പെട്ട റോക്കറ്റ് തന്നെയാണ്. 43.5 മീറ്റർ ഉയരവും 640 ടൺ ഭാരവുമായാണ് ഈ ബഹിരാകാശ റോക്കറ്റാണ് ഈ LVM-3 എന്ന് പറയുന്നത്. ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് ആയതിനാൽ ബാഹുബലി എന്ന വിളിപ്പേര് നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് 4200 കിലോഗ്രാം ഭാരവും ലോ എർത്ത് ഓർബിറ്റിലേക്ക് അതിൽ കൂടുതൽ ഭാരവും വഹിക്കാൻ LVM-3ക്ക് സാധിക്കും. കഴിഞ്ഞ 7 വിക്ഷേപണ ദൗത്യങ്ങളിലൂടെ 100% വിജയസാധ്യതയുള്ള റോക്കറ്റായി LVM-3 മാറിക്കഴിഞ്ഞിരുന്നു. അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2023 ചന്ദ്രയാൻ 3 പേടക വിക്ഷേപണവും ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. വൻകിട വാണിജ്യ വിക്ഷേപണ രംഗത്തേക്കുള്ള ഇന്ത്യയുടെ ശക്തമായ കടന്നുവരവ് കൂടിയാണ് ഈ ഒരു വിക്ഷേപണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദൗത്യം വിജയകരമായിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ISROയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അശ്വതി, ശരി മിഥുൻ, എന്തായാലും LVM-3 M6ന്റെ വിക്ഷേപണം വിജയകരമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ ചരിത്രപരമായ ഒരു വിക്ഷേപണമാണ് അല്പസമയം മുമ്പ് നടന്നത്. नक्षत्र के बेड़े में शामिल होने जा रहा है. 1-0. Both S-200 motors ignited.
LVM-3 Bluebird Block 2 mission, a majestic liftoff. normal. The rocket is beautifully searing through the bright Sriharikota sky. Plus 20 seconds. LVM-3 M6 रॉकेट का सफलतापूर्ण उत्थापन द्वितीय प्रमोचन मंच से और अपनी उद्दिष्ट कक्षा की ओर बढ़ चला है LVM-3 M6 रॉकेट। दोनों ठोस नोदक वाले S-200 बूस्टर्स प्रज्वलित हैं।